ഹായ് മകളെ, വെൽക്കം ടു ആർ കെ ജൂനിയർ. നമ്പർ സീരീസ് NMMS എക്സാമിലെ മാറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുകളിൽ ഒന്നാണ് നമ്പർ സീരീസ്. അപ്പോൾ ഈ നമ്പർ സീരീസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് ചെയ്തു പഠിക്കാം. രസകരമായ ഓരോന്നോരോന്ന് വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്പർ സീരീസുകളാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സീരീസ്. ഇതിൽ ആരെങ്കിലും ഒക്കെ വിട്ടുപോയതുണ്ടാവും, അത് നമ്മൾ അങ്ങോട്ട് പൂരിപ്പിച്ച് കൊടുത്താൽ മതി. ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. അപ്പൊ ഞാൻ അവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിക്കോ. ഏറ്റവും അവസാനം ഒരു നമ്പർ ഞാൻ മിസ്സാക്കി വെച്ചിട്ടുണ്ടാവും, അത് ഏതാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ സൗകര്യത്തിന് ഇഷ്ടമുള്ളതെന്ന് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതിന്റെ അകത്തൊരു പാറ്റേൺ മനസ്സിലാക്കി എന്താണ് അവിടുത്തെ ഒരു കണക്ഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ വായിച്ചു നോക്കാം. എന്ത് കണക്ഷൻ ആണ് അവിടെ ഉള്ളത് നിങ്ങൾ നോക്കി പറയണേ. സാധാരണ NMMS എക്സാമിന് ഓപ്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഞാനിത് ഓപ്ഷൻസ് കൊടുക്കാതെ തന്നെയാണ് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്തത്. ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ നമുക്കിത് മനസ്സിലാക്കി ഏതായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഓപ്ഷൻസ് കൊടുത്താൽ ചിലപ്പോൾ നമ്മൾ വെറുതെ ഗസ് ചെയ്ത് പറയും. അത് വേണ്ട, നമുക്ക് കറക്റ്റ് തന്നെ എന്താണ് അതിന്റെ റൂൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാം. ഫസ്റ്റ് നമ്പർ 4, 5, 7. പണി പാളിയോ? ഇതാണ്. അത് കഴിഞ്ഞപ്പോ 10, 14, അത് കഴിഞ്ഞപ്പോ 19. എന്താണ് ഒരു കണക്ഷൻ കൊണ്ട് കിട്ടുന്നില്ലല്ലോ. ഇത് എന്ത് നമ്പേഴ്സ്, അത് എങ്ങനെയാ ഇത് പോകുന്നത്? ഈ അവസാനം കിടക്കുന്ന ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഈ ലാസ്റ്റ് നമ്പർ നിങ്ങൾ ഫില്ല് ചെയ്യുകയും വേണം. ഐഡിയ കിട്ടിയോ? ആർക്കെങ്കിലും മനസ്സിലായോ മക്കളെ? ഒന്നുമില്ല, ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി. സംഭവത്രേ ഉള്ളൂ. 4ന്ന് 5ലേക്ക് പോകണമെങ്കിൽ ഒരു +1 ചെയ്താൽ പോരെ. ഒരു 1 കൂട്ടിയാൽ 5 ആയില്ലേ? 5ന്ന് 7ലേക്ക് പോകണമെങ്കിൽ +2 വേണം. 2 കൂട്ടിയിട്ട് വേണം 7-ലെത്താൻ. കത്തി തുടങ്ങി, മനസ്സിലായി തുടങ്ങി. 7ന്ന് 10ലേക്ക് എന്താ? 7ന്ന് 10ലേക്ക് എത്താൻ +3 ആണ്. 10ന്ന് 14ലേക്ക് +4 ആണ്. 14 to 19 +5 ആണ്. സോ അടുത്ത നമ്പർ ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. 19ന്ന് എത്ര പ്ലസ് ചെയ്യണം? 6 പ്ലസ് ചെയ്യണം അല്ലെ. ആദ്യം 1, 2, 3, 4, 5 ഇങ്ങനെ ഓരോ നമ്പേഴ്സ് ഇങ്ങനെ എണ്ണം കൂടുന്നുണ്ട് അല്ലെ. അങ്ങനെ 1 വീതം കൂടി ഇനി 6 കൂട്ടിയാൽ അടുത്ത നമ്പർ കിട്ടും. 19ഉം 6ഉം കൂടെ ദ നമ്പർ ഈസ് അല്ലെങ്കിൽ ദ ആൻസർ ഈസ് 25. സിമ്പിൾ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ നോക്കണ പല ടൈപ്പ് സീരീസുകൾ ഉണ്ടാവും നമ്പർ സീരീസ് ക്വസ്റ്റ്യനിൽ. ഈ സീരീസ് എങ്ങനെയാ? നമ്പേഴ്സ് ആഡ് ചെയ്ത് വരുന്ന ടൈപ്പ് സീരീസ് ആണ് ഇവിടെ നമുക്ക് വന്നത്. എന്നാ അടുത്ത നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ആണോ? ഈ ടൈപ്പ് തന്നെയാണോ? വെറൈറ്റി ആണോ? നമുക്ക് നോക്കാന്നേ. രണ്ടാമത്തത് 50, 40, 32, 26. കുറേ ആണല്ലോ. എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ എന്തെങ്കിലും പാറ്റേൺ ഇവിടെ ഉണ്ടോ? നിങ്ങൾ നോക്കിക്കേ. 50ന്ന് 40ലേക്ക് പോയ സമയത്ത് -10, 10 കുറഞ്ഞു. 40ന്ന് 32ലേക്ക് പോയപ്പം 8 കുറഞ്ഞു, -8 ആണ്. 32ന്ന് 26ലേക്ക് വന്നപ്പം 6 കുറഞ്ഞില്ലേ? നോക്കിക്കേ, ആദ്യം 10 കുറഞ്ഞു, പിന്നെ 8 കുറഞ്ഞു, പിന്നെ 6 കുറഞ്ഞ്. ഇനി എത്രയായിരിക്കും കുറയാ? പാറ്റേൺ കിട്ടിയില്ലേ? ഇതാണ് സീരീസ് ആണ്, പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. 26ന്ന് ഇനി എത്ര കുറയേണ്ടി വരും? എത്രയ്ക്കാ കുറഞ്ഞത്? 10, 8, 6. അടുത്തതാരാ? 4 കുറയണം. ഇവിടെ -4, 4 കുറഞ്ഞാൽ 26ന്ന് 4 കുറഞ്ഞിട്ട് 22 എന്നായിരിക്കും നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന നമ്പർ. മക്കളെ അടിപൊളിയല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. ഒന്നാമത്തത് ആഡ് ചെയ്ത് പോകുന്നതായിരുന്നു, രണ്ടാമത്തത് സബ്ട്രാക്ട് ചെയ്ത് പോകുന്നതാണ്. ഇനി നമുക്ക് തേർഡ് വെറൈറ്റി നോക്കാം. വേറെ ടൈപ്പ് സീരീസ് ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1, 3, 9, 27, 81 കിട്ടിയോ? എന്തെങ്കിലും ഒരു കണക്ഷൻ നിങ്ങൾക്ക് അതിന്റെ അകത്ത് മനസ്സിലായോ? ആദ്യത്തെ നമ്പർ 1, അടുത്ത നമ്പർ 3. 1 എങ്ങനെ 3 ആയി? 3 ഒറ്റയടിക്ക് 9ലേക്ക് പോയി. 3 എങ്ങനെ 9ലെത്തി? 1, 3 എന്തായാലും ആഡ് ചെയ്യുകയാണെങ്കിൽ 1ന്ന് 2 കൂട്ടിയാ 3. 3നോട് എത്രയാ? 3ന്ന് 9 എത്തണമെങ്കിൽ 6 വേണം. ഇനി 6ന്ന് 27 ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. ആഡ് ചെയ്തല്ല പോകുന്നത്, വേറെ എന്തോ ആണ്. കത്തിയോ? കയറിയോ? തലേ കയറിയോ? എന്താണ് പരിപാടി? എന്താ? മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇവിടെ ഗുണിക്കണം 3. നോക്കിക്കോണേ, 1ന്ന് 3ലേക്ക് 3 ഗുണിച്ചാൽ 1 3, 3, 1 3, 3. ഇനി 3 9 ആവാൻ 3ന്ന് 9ലേക്ക് ഒരു ഇൻറ്റു 3 ചെയ്താൽ പോരെ. 3 into 3 9. 9ന്ന് 27 വീണ്ടും ഇൻറ്റു 3. 9 into 3 27. അടുത്തത് 27 into 3 എത്ര? 81. നെക്സ്റ്റ് എന്തായിരിക്കും? 81 into 3 ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആൻസർ എടുക്കാം. എത്ര ഉണ്ടാവും? ഇവിടെ ഒരു 3, 3ഉം 8, 3, 24, 243 എന്ന് വന്നിട്ടുണ്ടാവും. നോക്കണേ, 3 മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. ഫൈനൽ ആൻസർ 243 ക്ലിയർ? ഓൾ ഡൺ. നെക്സ്റ്റ് വൺ ഇത് നിങ്ങൾ എല്ലാവരും പറയും, ഉറപ്പാ. എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. ഇത് നിങ്ങൾ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആൻസർ വരാൻ നല്ല ചാൻസ് ഉള്ള നമ്പറാ. ആദ്യം 1, അത് കഴിഞ്ഞ 4, then 9, അടുത്തത് 16,
അടുത്തത് 25. മക്കളെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന NMMS എക്സാം എഴുതാൻ പോകുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനില്ലേ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ? നോക്കിക്കേ 1, 4 ഇതൊക്കെ ആരാ? 1ന്റെ സ്ക്വയർ. അടുത്തത് 2ന്റെ സ്ക്വയർ ആണ് 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25. അടുത്തത് ആരാ? അടുത്തത് 6ന്റെ സ്ക്വയർ ആയ 36 ആയിരിക്കും അടുത്ത നമ്പർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ഐഡിയ മനസ്സിലായില്ലേ? ഇത് സ്ക്വയേഴ്സ് ആയിരുന്നു ഈ ഒരു സീക്വൻസിൽ വന്നത് കേട്ടോ. നമ്പർ സീരീസ് ആണ് ഈ സീരീസിൽ വന്നത്, സ്ക്വയറുകളായിരുന്നു. എന്നാ ഇതേതാ? ഇത് കുറച്ചും കൂടി അടിപൊളിയാ. 8, 12, 20, 36. 8, 12, 20, 36. 8 12ലേക്ക് 8 12ലേക്ക് പോകാൻ ഒരു 4 കൂട്ടിയാൽ മതി. 12 20ലേക്ക് 8ന്റെ ചേഞ്ച് വന്നിട്ടുണ്ട്. 20 36ലേക്ക് 16 കൂടിയിട്ടുണ്ട്. എന്റെ പൊന്നെ, ഇതെന്താ സംഭവിക്കുന്നത്? ആദ്യം ഒരു 4 കൂടി, പിന്നെ 8 കൂടി അല്ലേ? 8 എന്ന് പറഞ്ഞാൽ 4 × 2 അല്ലേ? 8 × 2 അല്ലേ 16? അപ്പൊ ഇതിന്റെ ഇരട്ടിയാണ് ഇത്, ഇതിന്റെ ഇരട്ടിയാണ് ഇത്. അപ്പൊ 16ന്റെ ഇരട്ടി എത്രയാ? 32. 32 ഈ 36നോട് പ്ലസ് അടിച്ചാൽ നമുക്ക് അടുത്ത ആൻസർ കിട്ടും. നോക്കിയേ, ഐഡിയ നോക്കേ. 8നോട് 4 ചേർത്ത് നമ്മൾ 12 ആക്കി. 12നോട് ആ 4ന്റെ ഡബിൾ 8 ആണ് ആഡ് ചെയ്തിട്ട് നമ്മൾ 20 ആക്കി. 20നോട് ഈ 8ന്റെ ഡബിൾ 16 ആഡ് ചെയ്തപ്പോൾ 36 ആയി. ഇനി 36നോട് 16ന്റെ ഡബിൾ 32 ആണ് ആഡ് ചെയ്യേണ്ടത്. 36 32 എത്രയായി? 68 ആയില്ലേ? 30 30 60ഉം 66ഉം രണ്ടും കൂടെ 68. 68 ആയിരിക്കും ആൻസർ. ആൻസർ ഈസ് 68. റെഡി? അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാ വന്നത്? 1, 8, 27, 64. നല്ല രീതിക്ക് ഇങ്ങനെ ആൻസർ ഇങ്ങനെ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്. 1 അത് കഴിഞ്ഞാൽ 8ലേക്ക് ചാടി. അതൊരു വല്ലാത്ത ചാട്ടമാണല്ലോ. അടുത്തത് 27. ഇപ്പൊ കത്തിയോ? എന്തോ ഒരു പ്രത്യേകതയുള്ള നമ്പേഴ്സ് ആണ്. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ സ്ക്വയേഴ്സ് പറഞ്ഞില്ലേ? ഇത് അതേപോലെ ക്യൂബുകളാണ് മക്കളെ, ക്യൂബുകൾ. 1ന്റെ ക്യൂബാണ് 1, 2ന്റെ ക്യൂബാണ് 8. ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 2 × 2. 2 2 4, 4 2 8. 27 എന്ന് പറഞ്ഞാൽ 3യുടെ ക്യൂബാണ്. 3 × 3 9, 9 × 3 27. റെഡി? അതേപോലെ 64 എന്ന് പറയുന്നത് 4ന്റെ ക്യൂബാണ്. 4 × 4 16, 16 × 4 64. അടുത്തത് 5ന്റെ ക്യൂബ് ആയിരിക്കും. 5 5 25, 25 × 5 125 ആയിരിക്കും ഈ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരിക. 125. ഇനി നിങ്ങൾക്കുള്ള ഡ്യൂട്ടി ഈ അവസാനത്തെ ചോദ്യം കുറച്ചൊരു വെറൈറ്റി ആണ്. ശരിക്കും ഒന്ന് നോക്കണം. എന്തോ ഒരു പ്രത്യേകതയുള്ള സീരീസ് ആണ്, ഒരു നമ്പർ സീരീസ് ആണ് ഇത്. ഇതിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്. നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഇവിടെ അവസാനം കിടക്കുന്ന മിസ്സിംഗ് നമ്പർ ഏതാണ് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലത്തെ അടിച്ചുപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുകൂട്ടാം. സോ നമ്മൾ ഇത് നല്ലപോലെ നിങ്ങൾ പഠിക്കുക. പിന്നെ ചാനലിൽ പുതിയ ആൾക്കാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട NMMSലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മൊത്തം ഫുൾ ചാപ്റ്റേഴ്സും മാത്സും അതേപോലെ മാറ്റും സാറ്റും എല്ലാം ഉണ്ടാവും കേട്ടോ. എല്ലാം ക്ലിയർ ചെയ്ത് പഠിപ്പിച്ചു തരും. സോ മറക്കരുത്, സ്റ്റേ ട്യൂൺ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് ബാക്കി പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.